Good morning, students. ഇന്ന് നമുക്ക് ഒരു സീരീസ് അബ്സല്യൂട്ട്ലി കൺവെർജന്റ് ആണോ അല്ലെങ്കിൽ അബ്സല്യൂട്ട്ലി ഡൈവർജന്റ് ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യും അത് പഠിക്കാം. അതായത് നമുക്കൊരു സീരീസ് തന്നിരിക്കുകയാണ്, നമ്മളോട് ചോദിക്കുന്നു ആ സീരീസ് അബ്സല്യൂട്ട്ലി കൺവെർജന്റ് ആണോ അല്ലെങ്കിൽ അബ്സല്യൂട്ട്ലി ഡൈവർജന്റ് ആണോ എന്ന് ചോദിക്കുക. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എത്രേ ഉള്ളൂ, ആ സീരീസിൽ നിന്നും അതിന്റെ മോഡുലസ് വാല്യൂസ് എടുക്കുക. ഇപ്പൊ സിഗ്മ k = 1 to infinity UK U1 plus U2 plus etc plus UK etc തന്നിരിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് മോഡുലസ് ഓഫ് UK എടുക്കുക. മോഡുലസ് ഓഫ് UK എടുത്തിട്ട് നമുക്ക് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ടെസ്റ്റുകൾ, ഇപ്പൊ നമുക്ക് റേഷ്യോ ടെസ്റ്റ് പഠിച്ചിട്ടുണ്ട്, റൂട്ട് ടെസ്റ്റ് പഠിച്ചിട്ടുണ്ട്, കമ്പാരിസൺ ടെസ്റ്റ് പഠിച്ചിട്ടുണ്ട്, അങ്ങനെ പല ടെസ്റ്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഏറ്റവും ആപ്റ്റ് ആയിട്ട് ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് ആ മോഡുലസ് വാല്യൂ, അബ്സല്യൂട്ട് വാല്യൂസ് കൺവെർജന്റ് ആണോ ഡൈവർജന്റ് ആണോ നോക്കാം. അത് കൺവെർജന്റ് ആണെങ്കിൽ, അബ്സല്യൂട്ട് വാല്യൂസ് എടുക്കുമ്പോൾ സീരീസ് കൺവെർജന്റ് ആണ് എങ്കിൽ നമ്മുടെ തന്നിരിക്കുന്ന ഗിവൺ സീരീസ് അബ്സല്യൂട്ട്ലി കൺവെർജന്റ് ആയിരിക്കും. അബ്സല്യൂട്ട് വാല്യൂസ് ഡൈവർജന്റ് ആണ് എങ്കിൽ തന്നിരിക്കുന്ന സീരീസ് അബ്സല്യൂട്ട്ലി ഡൈവർജന്റ് ആയിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. കണ്ടോ, സിഗ്മ k = 1 to infinity UK U1 plus U2 plus U3 plus etc plus UK plus etc is said to be converge absolutely if the series of absolute values sigma k = 1 to infinity modulus of UK modulus of U1 modulus of U2 plus etc plus modulus of UK converges. അപ്പോൾ ആ മോഡുലസ് വാല്യൂ, അബ്സല്യൂട്ട് വാല്യൂസ് കൺവെർജ് ചെയ്യുന്നുവെങ്കിൽ തന്നിരിക്കുന്ന സീരീസ് എന്തായിരിക്കും? തന്നിരിക്കുന്ന സീരീസ് കൺവെർജ് ആയിരിക്കും. ഇനി ഈ അബ്സല്യൂട്ട് വാല്യൂസ് ഡൈവർജ് ആണെങ്കിലോ തന്നിരിക്കുന്ന സീരീസ് അബ്സല്യൂട്ട്ലി ഡൈവർജന്റ് ആയിരിക്കും. അതാണ് അബ്സല്യൂട്ട്ലി ഡൈവർജന്റ് കൺവെർജന്റിന്റെ പിന്നിലുള്ള തിയറി. നമുക്ക് അത് ഉപയോഗിച്ച് ഒരു പ്രോബ്ലം ചെയ്തു നോക്കാം. നമ്മുടെ പ്രോബ്ലം ഇതാണ്. ചെക്ക് ദ അബ്സല്യൂട്ട് കൺവെർജൻസ് ഓഫ് ദ ഫോളോയിങ് സീരീസ് സിഗ്മ k = 1 to infinity -1 raised to k k⁴ by 4 raised to k. ഇവിടെ UK എന്ന് പറയുന്നത് എന്താണ്? -1 raised to k into k⁴ by 4 raised to k ആണ്. ഈ UK എന്നുള്ള ആ സീരീസില് നമ്മൾ മോഡുലസ് ഓഫ് UK എടുക്കുകയാണ്. മോഡുലസ് ഓഫ് UK ഈ മോഡുലസ് ഓഫ് UK എടുത്തിട്ട് അത് നമ്മൾ കൺവെർജന്റ് ആണോ ഡൈവർജന്റ് ആണോ ചെക്ക് ചെയ്യും. അതിന് നമുക്ക് പല ടെസ്റ്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. റേഷ്യോ ടെസ്റ്റ് ഉണ്ട്, റൂട്ട് ടെസ്റ്റ് ഉണ്ട്, ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഉണ്ട്, കമ്പാരിസൺ ടെസ്റ്റ് ആണ്, പല ടെസ്റ്റുകൾ ഉണ്ട്. അപ്പൊ ഏതെങ്കിലും ആപ്റ്റ് ആയിട്ടുള്ള ടെസ്റ്റുകൾ ഉപയോഗിച്ചിട്ട് ആ അബ്സല്യൂട്ട് വാല്യൂസ് കൺവെർജ് ആണോ ഡൈവർജ് ആണോ നോക്കും. അബ്സല്യൂട്ട് വാല്യൂസ് കൺവെർജ് ആണെങ്കിൽ തന്നിരിക്കുന്ന സീരീസ് കൺവെർജസ് അബ്സല്യൂട്ട്ലി. അതാണ് കണ്ട, said to converge absolutely if the series of absolute values converges. അബ്സല്യൂട്ട് വാല്യൂ കൺവെർജ് ചെയ്യുകയാണെങ്കിൽ തന്നിരിക്കുന്ന സീരീസ് എന്തായിരിക്കും? അബ്സല്യൂട്ട്ലി കൺവെർജന്റ്. ഇനി and is said to be diverge absolutely if the series of absolute value diverges. അബ്സല്യൂട്ട് വാല്യൂ ഡൈവർജ് ആണ് ചെയ്യുന്നതെങ്കിലോ തന്നിരിക്കുന്ന സീരീസ് അബ്സല്യൂട്ട്ലി ഡൈവർജന്റ് ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ UK എന്ന് പറയുന്നത് എന്താണ്? -1 raised to k. ഇതില് UK എന്ന് പറയുന്നത് -1 raised to k k⁴ by 4 raised to k ആണ്. ഇതാണ് UK. അതിൽ നമ്മൾ എടുക്കുന്നത് എന്താണ്? മോഡുലസ് ഓഫ് UK എടുക്കുന്നു. മോഡുലസ് ഓഫ് UK എടുക്കുമ്പോൾ ഏത് നമുക്ക് ഒഴിവാക്കാം? -1 raised to k എന്നുള്ളത് നമ്മൾ ഒഴിവാക്കാം. അപ്പൊ മോഡുലസ് ഓഫ് UK എടുത്തു. ആ മോഡുലസ് ഓഫ് UK എന്താണ് നമുക്ക് കിട്ടുന്നത്? k⁴ by 4 raised to k. അപ്പൊ മോഡുലസ് എടുക്കുമ്പോൾ നമ്മൾ നെഗറ്റീവ് വാല്യൂ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, ഓൺലി പോസിറ്റീവ് വാല്യൂസ് എടുക്കുകയാണ്, അബ്സല്യൂട്ട് വാല്യൂസ് എടുക്കുക. ഇനി മോഡുലസ് ഓഫ് UK + 1 എടുക്കുക. മോഡുലസ് ഓഫ് UK + 1 എന്താണ് നോക്കിയേ? k+1 whole raised to 4 divided by 4 raised to k+. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ മോഡുലസ് ഓഫ് UK + 1 എടുത്ത് എന്തുകൊണ്ടാണ്? നമുക്ക് റേഷ്യോ ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റേഷ്യോ ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മോഡുലസ് ഓഫ് UK + 1 എടുത്തു. ബൈ റേഷ്യോ ടെസ്റ്റ് for absolute convergence rho is equal to limit k tends to infinity modulus of UK + 1 by UK. That is rho is equal to limit k tends to infinity modulus of UK + 1 എന്താണ്? k+1 whole raised to 4 by 4 raised to k+1 divided by UK എന്താണ്? k⁴ divided by 4 raised to k. That is limit k tends to infinity k+1 whole raised to 4
by 4 raised to k plus 1 into 4 raised to k by k raised to 4. താഴെയുള്ള 4 raised to k ന്യൂമറേറ്ററിലോട്ട് പോകും. 4 raised to k by k raised to 4. This is equal to limit k tends to infinity. ഈ k plus 1 whole raised to 4 ന്ന് k പുറത്തേക്ക് എടുക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? k raised to 4 plus 1 by k whole raised to 4 into 4 raised to k divided by താഴെ നമുക്ക് 4 raised to k plus 1 എന്ന് എഴുതാം. 4 raised to k into 4 x raised to m plus n equal to x raised to m into x raised to n. അപ്പോൾ 4 raised to k plus 1 എന്നുള്ള 4 raised to k into 4 into k raised to 4. ഇനി നമുക്ക് ഏതൊക്കെ ക്യാൻസൽ ചെയ്യാം? ഈ k raised to 4 ഉം k raised to 4 ഉം ക്യാൻസൽ ചെയ്യാം. 4 raised to k ഉം 4 raised to k ഉം ക്യാൻസൽ ചെയ്യാം. ഇത് നമ്മൾ k ക്ക് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ 1 by infinity ദാറ്റ് ഈസ് 0 ആയി പോകും. ബാക്കി നമുക്ക് എന്താണ് കിട്ടുന്നത്? ഇതിൽ ആൻസർ 1 by 4 എന്നാണ് കിട്ടുന്നത് അല്ലേ? ഈ 1 by 4 എന്നുള്ള വാല്യൂ എന്താണ്? ലെസ് ദാൻ 1 ആണ്. അപ്പൊ റോ എന്നുള്ളത് ലെസ് ദാൻ 1 ആവുമ്പോ യു കെ എന്നുള്ള മോഡൽസ് ഓഫ് യു കെ എന്നുള്ള അബ്സല്യൂട്ട് വാല്യൂ എന്തായിരിക്കും? അബ്സല്യൂട്ട് വാല്യൂ കൺവെർജന്റ് ആണ്. അബ്സല്യൂട്ട് വാല്യൂ കൺവെർജന്റ് ആണ് എങ്കിൽ നമ്മൾ എന്ത് പറയും? ഗിവൺ സീരീസ്. therefore the given series ഏതാണ്? സിഗ്മ k equal to 1 to infinity minus 1 raised to k k raised to 4 by 4 raised to k എന്ന് പറഞ്ഞാൽ എന്താണ്? is absolutely convergent. ഇങ്ങനെയാണ് നമ്മൾ കൺവെർജൻസ് ചെക്ക് ചെയ്യുക. അബ്സല്യൂട്ട്ലി കൺവെർജൻസ് ചെക്ക് ചെയ്യേണ്ട മാർഗ്ഗമാണ്. അപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്തേ? തന്നിരിക്കുന്ന പ്രോബ്ലത്തില് യു കെ ആണ് -1 raised to k into k raised to 4 by 4 raised to k. അതിൽ നമ്മൾ എന്താണ് കണ്ടുപിടിച്ചത്? മോഡുലസ് ഓഫ് യു കെ. മോഡുലസ് ഓഫ് യു കെ കണ്ടുപിടിക്കുമ്പോൾ ഏതിനെ ഒഴിവാക്കി? നമ്മള് -1 raised to k നമ്മൾ ഒഴിവാക്കി. ബാക്കി k raised to 4 by 4 raised to k. ഈ റേഷ്യോ ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് എടുത്തു? യു കെ പ്ലസ് 1 കണ്ടുപിടിച്ചു. മോഡുലസ് ഓഫ് യു കെ പ്ലസ് 1. അപ്പൊ മോഡുലസ് ഓഫ് യു കെയും കിട്ടി, മോഡുലസ് ഓഫ് യു കെ പ്ലസ് 1 കിട്ടി. ഇനി ബൈ റേഷ്യോ ടെസ്റ്റ് ഫോർ അബ്സല്യൂട്ട് കൺവെർജൻസ് അനുസരിച്ച് നമ്മുടെ ഫോർമുല എന്താണ്? ലിമിറ്റ് k ടെൻഡ്സ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് യു കെ പ്ലസ് 1 ബൈ യു കെ. അതിൽ നമ്മൾ യു കെ പ്ലസ് മോഡുലസ് ഓഫ് യു കെ പ്ലസ് 1 എന്ത് വാല്യൂ കൊടുത്തു? k പ്ലസ് 1 ഹോൾ റേസ്റ്റ് 4 ബൈ 4 റേസ്റ്റ് k പ്ലസ് 1. യു കെക്ക് എന്ത് വാല്യൂ കൊടുത്തു? k റേസ്റ്റ് 4 ബൈ 4 റേസ്റ്റ് k. ഈ k 4 റേസ്റ്റ് k അങ്ങോട്ട് പോകും, ന്യൂമറേറ്ററിലോട്ട് പോകും. 4 റേസ്റ്റ് k ബൈ k റേസ്റ്റ് 4. അതിനുശേഷം നമ്മൾ ഈ k പ്ലസ് 1 ഹോൾ റേസ്റ്റ് 4 നെ എന്താണ് പുറത്തെടുത്തത്? k പുറത്തെടുക്കുമ്പോൾ പുറത്തോട്ട് വരുമ്പോൾ k റേസ്റ്റ് 4 ആവും. 1 പ്ലസ് 1 ബൈ k ഹോൾ റേസ്റ്റ് 4 ഇൻറ്റു 4 റേസ്റ്റ് k. താഴെയുള്ള 4 റേസ്റ്റ് k പ്ലസ് 1 നെ എങ്ങനെ എഴുതാം? 4 റേസ്റ്റ് k ഇൻറ്റു 4 ഇൻറ്റു k റേസ്റ്റ് 4. ഇനി നമുക്ക് ഈ k റേസ്റ്റ് 4 ഉം k റേസ്റ്റ് 4 ഉം ക്യാൻസൽ ചെയ്യാം. 4 റേസ്റ്റ് k ഉം 4 റേസ്റ്റ് k ഉം ക്യാൻസൽ ചെയ്യാം. ബാക്കി നമുക്ക് എന്താണ് കിട്ടുന്നത്? 1 by 4 എന്നാണ് കിട്ടുന്നത്. ഈ 1 by 4 എന്നുള്ള വാല്യൂ എന്താണ്? ലെസ് ദാൻ 1 ആണ്. 1 by 4 എന്നുള്ള വാല്യൂ ലെസ് ദാൻ 1 ആണ്. therefore റോയുടെ വാല്യൂ ലെസ് ദാൻ 1 ആണ്. അത് therefore ഈ മോഡുലസ് ഓഫ് യു കെ അബ്സല്യൂട്ട് വാല്യൂസ് എന്താണ്? കൺവെർജന്റ് ആണ്. അബ്സല്യൂട്ട് വാല്യൂ കൺവെർജന്റ് ആണെങ്കിൽ നമ്മുടെ കൺക്ലൂഷൻ എന്താണ്? ദി ഗിവൺ സീരീസ്, നമുക്ക് തന്നിരിക്കുന്ന ഈ ഗിവൺ സീരീസ് സിഗ്മ k equal to 1 to infinity -1 raised to k k raised to 4 by 4 raised to k is absolutely convergent. ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യേണ്ടത് കേട്ടോ. എല്ലാവരും കൃത്യമായിട്ട് എഴുതിയെടുക്കുക, ചെയ്ത് പഠിക്കുക. അപ്പൊ ആ കൺസെപ്റ്റ് മനസ്സിലാക്കുക. അബ്സല്യൂട്ട്ലി കൺവെർജന്റ് ആകണമെങ്കിൽ നമ്മൾ മോഡുലസ് വാല്യൂ എടുക്കുമ്പോൾ, അബ്സല്യൂട്ട് വാല്യൂസ് എടുക്കുമ്പോൾ, അബ്സല്യൂട്ട് വാല്യൂസ് കൺവെർജന്റ് ആണെങ്കിൽ തന്നിരിക്കുന്ന സീരീസ് അബ്സല്യൂട്ട്ലി കൺവെർജന്റ്. ഇനി മോഡുലസ് വാല്യൂ എടുക്കും, അബ്സല്യൂട്ട് വാല്യൂ ഡൈവർജന്റ് ആണെങ്കിൽ ഗിവൺ സീരീസ് അബ്സല്യൂട്ട്ലി ഡൈവർജന്റ്. ഓക്കെ, അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് എഴുതിയെടുക്കുക. ഓരോ പ്രോബ്ലവും നിങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. ഓക്കെ, ശരി.